Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ രുചിയാണ്. നോർത്ത് ഇന്ത്യൻ രുചി എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിലും പല നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുകളും നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ടേസ്റ്റ് ദാൽ തടുക്ക. ദാൽ തടുക്ക എന്ന് പറയുമ്പോൾ പറയുന്ന പേരിൻ്റെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ദാൽ കറി. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ തടുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദാൽ തടുക്ക ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വയ്ക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദാൽ ഇത് ചെറുപയർ പരിപ്പ്, തൊണ്ട് കളഞ്ഞ ചെറുപയർ പരിപ്പാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ചെറുപയർ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു സാമ്പാർ പരിപ്പ്. സാമ്പാറിൻ്റെ യൂസ് ചെയ്യുന്ന പരിപ്പും കൂടെ കൂടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിനാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. തുവരപ്പരിപ്പ് എന്നൊക്കെ പറയാം. സാമ്പാർ യൂസ് ചെയ്യുന്ന പരിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. ഗ്യാസ് ഓൺ ചെയ്തു. അതിനുശേഷം ഒന്ന് വറുത്ത് കൊടുക്കും. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് വെന്ത് കുഴയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷഡോ വന്ന് വറക്കുന്നത്. അതിൻ്റെ സ്മെല്ല്, ആ പച്ച സ്മെല്ല് മാറിയിട്ട് ഒരു നല്ല സ്മെല്ല് വരും. അതുവരെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. ദെൻ നമ്മളിതിനകത്ത് അത് നകക്കെ വെള്ളം ഒഴിച്ച് നമ്മളത് കുക്കറിലേക്ക് വെക്കുന്നു. ഒരു സീറ്റി വരാൻ പാകത്തിന് നമ്മളത് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിനകത്ത് ഞാൻ ചേർത്തത് കുറച്ച് കട്ടക്കായമാണ് കേട്ടോ ഞാൻ ചേർത്തത്. ബിക്കോസ് ഇതിനകത്ത് ദാലായതുകൊണ്ട് തന്നെ, പരിപ്പായതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ കായത്തിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി നല്ലതുമാണ്. സോ നമ്മളതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ കട്ടക്കായമാണ്, ആ പൊടി ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ കട്ടക്കായം യൂസ് ചെയ്തു. അത് വേവിച്ച് മാറ്റി വെച്ചു. ആ വേറൊരു പാൻ എടുത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള എണ്ണ യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യില്ല. നോർത്ത് ഇന്ത്യനാണ്. ഇതിനകത്ത് കുറച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. അത് ഓപ്ഷണലാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ദാലിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ചിലർക്ക് ഇനി പ്രശ്നമുള്ളവർക്ക് ഇത് കഴിക്കണമെന്നില്ല. പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നു ഒരു പിഞ്ച് ഓഫ് ജീരകം. അതും കൂടി ജീരക ചേർത്താണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ജീരക ചേർത്തിട്ടാണ് നമ്മൾ കടുക് വറുക്കുന്നത് പോലെ താളിക്കുന്നതിന് നമ്മൾ ജീരകം വെച്ചിട്ടാണ് താളിക്കുന്നത്. പിന്നെ അതിനകത്ത് ചേർക്കുന്നു കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ടു. ഒരു ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു. ഉള്ളി കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതും കൂടി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു ഒരു തക്കാളി നന്നായിട്ട് കട്ട് ചെയ്തത്. പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളി നമ്മൾ യൂസ് ചെയ്യുന്നു കേട്ടോ. ഒരു തക്കാളി യൂസ് ചെയ്ത് അതും കൂടി ഒന്ന് അതിനകത്തൊന്ന് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. മെൽറ്റ് ചെയ്യാൻ ചെറുതായിട്ട് അതിനകത്തൊന്ന് ആ ഉള്ളിയിലും തക്കാളിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് എന്ത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളൊന്ന് മാഷ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കി കഴിയുമ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ആ തക്കാളിയുടെ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. ആ തക്കാളിയുടെ ടേസ്റ്റ് വരികയും ചെയ്യും. പക്ഷേ അത് ഇതുപോലെ കിടക്കുകയും ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് തക്കാളി ഒന്ന് വേവനോടം വരെ അടച്ച് വെച്ച് വേവിച്ചത്. അപ്പോൾ ഒരുമാതിരി നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കുക. ചിലപ്പോൾ അതിനകത്ത് ഈ ഉള്ളിയും തക്കാളി ഒന്ന് റെഡി ആവുന്നോടം വരെ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു ആവശ്യത്തിനുള്ള. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു കുറച്ച് മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തു, മല്ലിപ്പൊടി യൂസ് ചെയ്തു. ഇനി നമ്മൾ അതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് മുളക് പൊടി. നമ്മുടെ എരിവിനുള്ള മുളക് പൊടി യൂസ് ചെയ്തു. കുറച്ച് പച്ചമുളക് യൂസ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി യൂസ് ചെയ്യുന്നു. ദെൻ നമ്മളതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നു. കാരണം നമ്മളതിനകത്ത് എവിടെയും നമ്മൾ ഉപ്പ് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഗ്യാസിൻ്റെ സിമ്മ് ചെയ്തിടുക, അല്ലെങ്കിൽ അത് ഏറ്റവും കുറച്ച് തീയിലിട്ട് വേവിക്കുക കേട്ടോ. നമുക്ക് അടിയിൽ പിടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ശക്കലം
വെള്ളം ഒരു 2 സ്പൂണോളം വെള്ളം ഒഴിച്ചത് ഇതാക്കിക്കൊള്ളണം. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറിയുടെ ടേസ്റ്റ് എൻറ്റയർലി മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ശകലം വെള്ളം ഒഴിച്ച് അതൊന്ന് റെഡിയാക്കി ഒന്ന് കൊഴുപ്പിച്ച രൂപത്തിലാക്കി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതിനകത്ത് കറക്റ്റ് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മളുടെ പരിപ്പ് നമ്മൾ എന്ത് കൂട്ടിയിട്ട് കുറച്ച് കായം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തത്. ആ മിശ്രിതം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുക്കറിനകത്ത് ബാക്കി ഉണ്ടായിരുന്ന പരിപ്പ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ശേഷം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് സമ്മതിക്കുക. ഒന്ന് ഉപ്പും മുളകൊക്കെ നോക്കിക്കോളുക കേട്ടോ, കറക്റ്റാണോ എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് അതിൻ്റെ മേളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കണം ഭംഗിയാണ്, കുറച്ച് മല്ലിയില കൂടി. ഇതിനകത്ത് കറിവേപ്പില നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ മല്ലിയിലയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി റെഡിയായി വരണ ഒരു സമയം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദാൽ കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പരിപ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നിത്യോപയോഗ ഭക്ഷണങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒന്നാണ് ദാൽ. അപ്പോൾ നമ്മളിവിടെ തേങ്ങയൊക്കെ വെച്ച് കഴിക്കുന്ന കറികളാണ് നമ്മൾ മാക്സിമം ചപ്പാത്തിക്കാണെങ്കിലും. പക്ഷേ ഇതുപോലെ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലറിയാം ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, അപ്പം നമ്മളുടെ ദാൽ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം വാങ്ങിയപ്പോൾ ഒരു ശകലം ഗരം മസാല കൂടി തൂവിയിട്ടുണ്ട് കേട്ടോ. എവിടെയോ എനിക്കതൊന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റ്ലി നമ്മളുടെ ദാൽ തടുക്ക റെഡിയായിട്ടുണ്ട്. പഞ്ചാബി ദാൽ തടുക്ക റെഡിയായി. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.